എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ വിശ്വയോഗാ ദിനാചരണ കാര്യക്രമം സമാരംഭിക്കാൻ പോവുകയാണ്. ഈ വേദിയിലേക്കുള്ള വിശിഷ്ട വ്യക്തികളെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. സംപൂജ്യ സ്വാമിജി സ്വരൂപാനന്ദജി, നമ്മുടെ പ്രിയ നഗരസഭാ അധ്യക്ഷ പ്രമീള ചേച്ചി, പ്രിയപ്പെട്ട മീന സിസ്റ്റർ, ഡോക്ടർ KP നന്ദകുമാർ സർ, നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ ഇൻചാർജ് ശ്രീമതി N കർപ്പകം, ശ്രീ മോത്തിലാൽ ഗോയൽജി, ശ്രീമതി ഗീത ഗോയൽ, ശ്രീമതി ദമയന്തി ചേച്ചി, ശ്രീ പ്രഭാകരേട്ടൻ, ശ്രീ ചന്ദ്രൻകുട്ടി ചേട്ടൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘം സംഘചാലക ശ്രീ KP രാജേന്ദ്രൻ അവർകൾ, ശ്രീ സുധാകർ ബാബു അവർകൾ, സേവാഭാരതിയുടെ പ്രസിഡന്റ് ശ്രീ സുധാകർജി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാലഗോകുലത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മുരളീകൃഷ്ണജി എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കാര്യപരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ ആദ്യം സഭയിലും സദസ്സിലും എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യപരിപാടി. സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല ശ്രീമതി K ദമയന്തി അവർകൾക്കാണ്. യോഗഗുരു ബാബ രാംദേവ്ജിയുടെ ശിഷ്യയും പതഞ്ജലി യോഗസമിതി സംസ്ഥാന മഹിളാ അധ്യക്ഷയുമായിട്ടുള്ള, അതേസമയത്ത് വളരെ മുതിർന്ന യോഗ ടീച്ചറുമായിട്ടുള്ള ശ്രീമതി ദമയന്തി ചേച്ചിയെ ആദരപൂർവ്വം ഈ കർമ്മം നിർവഹിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം പരംപൂജനീയ വന്ദനീയ യോഗഋഷി സ്വാമി രാംദേവ്ജിയുടെ പാദാരവിന്ദങ്ങൾ നമസ്കരിക്കുന്നു. ഇന്ന് വിശുദ്ധ യോഗ ദിനത്തിൻ്റെ 10ാം വാർഷികമാണ്. എല്ലാവരും യോഗ ചെയ്ത് ആരോഗ്യത്തോടുകൂടി ഇരിക്കുക. വർഷത്തിൽ ഒരു ദിവസം മാത്രം യോഗ ചെയ്താൽ പോരാ, അതൊരു ദിനചര്യയാണ്. എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള മഹത് വ്യക്തികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദീപചരണത്തിനായി രാഷ്ട്രസേവക സമിതി സേവികമാരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. കുമാരി മൃദുല, നിത്യ, നേഹ, നിഖിത, ഗോപിക. ശ്രീമതി ഗീത ഗോയൽജിയെ യോഗഗുരു ബാബ രാംദേവ്ജിയുടെ ശിഷ്യയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നു. ബ്രഹ്മകുമാരി മീന ബഹൻ, ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയം പാലക്കാട് മലപ്പുറം ജില്ലാ സംയോജക ബ്രഹ്മകുമാരി മീര ബഹനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി പ്രമീള ശശിധരൻ, പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷ, സ്നേഹസമ്പന്നമായ പെരുമാറ്റവും കർമ്മരംഗത്തിനോടുള്ള സത്യസന്ധതയും സാമൂഹ്യ പ്രതിബദ്ധതയും കൊണ്ട് കഴിഞ്ഞ 25 വർഷത്തിലധികം പാലക്കാട് നഗരസഭയിൽ അംഗമാണ്. ഇത് 2ാം തവണയാണ് നഗരസഭയുടെ അധ്യക്ഷയാകുന്നത്. യോഗയെ എക്കാലവും പ്രോത്സാഹിപ്പിക്കാൻ എന്നും നമ്മൾ തന്നെ ഉണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി N കർപ്പകം, പാലക്കാട് ഇൻചാർജ്
നെഹ്റു യുവ കേന്ദ്രയുടെ ഇൻചാർജാണ്. നെഹ്റു യുവ കേന്ദ്രയുടെ ഇൻചാർജാണ് കാത്തോള. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംപൂജ്യ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ശിവാനന്ദാശ്രമം പാലക്കാട് ഭാരതീയ മൂല്യങ്ങളായ ജ്ഞാനവിജ്ഞാന ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചും യോഗവേദാന്ത പഠനം കൊണ്ടും പ്രസിദ്ധമായ ശിവാനന്ദാശ്രമത്തിൻ്റെ അധ്യക്ഷനാണ് സ്വാമിജി. അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കെ പി നന്ദകുമാർ MD അമൃത ഹോമിയോ മെഡിക്കൽ സെൻറ്റർ പാലക്കാട് വൈദ്യശാസ്ത്രത്തിലും സംഗീതത്തിലും യോഗസാധനയിലും അനുഗ്രഹീതനായ ഡോക്ടർ ആത്മീയ കാര്യങ്ങളും സേവന കാര്യങ്ങളും എന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ നന്ദകുമാർ അവർക്ക് സ്വാഗതം. ആശംസ മോത്തിലാൽ ഗോയൽജി, രക്ഷാധികാരി, പതഞ്ജലി യോഗ സമിതിയുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഗ ദിനത്തിൻ്റെ പ്രധാന കാര്യമായ ആയുഷ് മന്ത്രാലയത്തിൻ്റെ യോഗ പ്രോട്ടോകോൾ പരിശീലകനും വിശ്വയോഗ ദിനാചാര സമിതി സംയോജകൻ യോഗ ശിരോമണി വിജയകുമാർ അവർക്കും സ്വാഗതം ചെയ്യുന്നു. യോഗാചാര്യൻ ശ്രീ പ്രഭാകരൻ, വിശ്വയോഗ ദിനാചാരണം ജില്ലാ അധ്യക്ഷൻ, സ്റ്റേറ്റ് യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. യോഗാചാര്യൻ വി ദിപ്പേസ്വാമി, വിശ്വ യോഗ ദിനാചരണം ജില്ലാ വൈസ് പ്രസിഡന്റ്, പതഞ്ജലി യോഗ സമിതി സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ PK ബാലകൃഷ്ണൻ, വിശ്വയോഗാചരണം ജില്ലാ സമിതി ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദേവദാസ് കരുട, പതഞ്ജലി ഭാരസ്വാമൻ ട്രസ്റ്റ് ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിജയൻ K, പതഞ്ജലി യോഗ സമിതി ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുധാകർ ബാബു, സവിത്രമണ്ഡലം ഗായത്രി ആചാര്യ പ്രഥമംഗലം, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ P ചന്ദ്രൻകുട്ടി, പതഞ്ജലി യോഗ സമിതി സീനിയർ യോഗാചാര്യൻ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി നീരജ, പതഞ്ജലി യോഗ സമിതി യോഗാചാര്യ, അവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ KP രാജേന്ദ്രൻ, ജില്ലാ സംഘചാലക് രാഷ്ട്രീയ സ്വയം സേവക സംഘം, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ അങ്ങേപ്പാട് സുധാകർ, പ്രസിഡന്റ് സേവാഭാരതി പാലക്കാട്. ശ്രീ VM സന്തോഷ്, ശ്രീ മുരളീകൃഷ്ണൻ ബാലഗോകുലം പാലക്കാട് ജില്ലാ പ്രസിഡന്റ്. ശ്രീ വിശ്വനാഥൻ, ജില്ലാ യോഗ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി. ശ്രീമതി പ്രസീത വിജയൻ, ജില്ലാ യോഗ അസോസിയേഷൻ ട്രഷറർ. ശ്രീമതി ലക്ഷ്മി R, സേവാഭാരതി ജില്ലാ സെക്രട്ടറി തുടങ്ങിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം, ബാലഗോകുലം, സേവാഭാരതി എന്നീ സാംസ്കാരിക ദേശീയ സംഘടനകളുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, ബ്രഹ്മമാരി വിശ്വവിദ്യാലയം, പതഞ്ജലി യോഗ സമിതി, ജില്ലാ യോഗ അസോസിയേഷൻ എന്നീ യോഗ പ്രസ്ഥാനങ്ങളുടെ യോഗാചാര്യന്മാരും യോഗ സാധകരും, വേദ യോഗ മെഡിറ്റേഷൻ സെന്റർ, ശരണ യോഗ വിദ്യാലയം, സ്വാമി വിവേകാനന്ദ യോഗ, ശാന്തിമന്ത്ര യോഗ ഫിറ്റ്, മാരുതി യോഗ പോലുള്ള നിരവധി യോഗ സെന്ററുകളിൽ നിന്നെത്തിയ യോഗാചാര്യന്മാർ, അവരുടെ ശിഷ്യഗണങ്ങളും യോഗിയും ഫോട്ടോഗ്രാഫറുമായ ശ്രീ R മഹേഷിനെയും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന പ്രിയ യോഗാപ്രേമികളെ എല്ലാവർക്കും ഈ 10ാം വിശ്വയോഗ ദിനാചരണത്തിലേക്ക് സ്നേഹപൂർവ്വം പാലക്കാട് ജില്ലാ യോഗ ദിനാചരണ സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എല്ലാ വർഷവും നമുക്ക് വിശ്വയോഗ ദിനം ആചരിക്കാൻ വേണ്ട എല്ലാ സൗകര്യത്തോടും ഈ അശ്വതി കല്യാണ മണ്ഡപം അനുവദിച്ചു തരുന്ന മണ്ഡപത്തിൻ്റെ ഉടമ ശ്രീ ശിവകുമാർ അവർക്ക് പ്രത്യേകം ഞങ്ങളുടെ സ്നേഹാദരം സവിനയം അറിയിക്കുന്നു. വേദപാഠശാല രാമനാഥപുരത്തിലെ കുട്ടികൾ, അവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വന്ദേ മാതരം. അടുത്തതായി ദീപപ്രജ്വലനമാണ്. ദീപപ്രജ്വലനത്തിനായി രാഷ്ട്ര സേവികാ സമിതിയുടെ പാലക്കാട് നിരവധി ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം
സ്വാഗതം ചെയ്യുകയാണ്. സേവികാ സമിതിയുടെ കുമാരി മൃദുല, നിത്യ, മേഘ, നികിത, ഗോപി എന്നിവരെ ഈ കാര്യം നിർവഹിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചു. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമദ്വിജം ഹോതാരം ലഗ്നദാതമം അഗ്നിപൂർവേ ഋഷിഭിരിഭ്യോ ന്യൂതനയുതാം സദേവാം കേകവക്ഷതി അഗ്നിനാരിമസ്നവത്പോഷമേവ ദിവേ ദിവേ യശസം ധീരവക്തമം അഗ്നേയം യജ്ഞപധ്വരം വിശ്വതം പരിഭൂരസി സയിദ്ദേവേഷു ഗച്ഛതി അഗ്നിർഹോതാകവിക്രമസത്യചിത്രത്രവസ്തവഃ ദേവോ ദേവേഭ്യരാഗമത് യദംഗദാസുഷേത്വമഗ്നേ ഭദ്രം കരിഷ്യസി തവേസ സത്യമംഗിരഃ ഉപധ്വാഗ്നേ വിവേദി വേദോഷാവസ്തർധിയാ വയം നഭോപരന്തകേണസി രാജന്തമധ്വരാണാം ഭോവാഭൃതസ്യ ദേവി വർദ്ധമാനം ശ്വേതമേ സനപ്പിദേവ സൂനവേഗ്നേ സൗഭായനോ ഭവ സജസ്വാനസ്വസ്തകേ ഓം. എല്ലാവർക്കും ഇരിക്കാം. അടുത്തതായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രീമതി ഗീത ഗോയൽ അവരുടെ ഞാൻ ക്ഷണിച്ചു. तुम्ही हो माता पिता, तुम्ही हो बंधू सखा, तुम्ही हो माता पिता, तुम्ही हो बंधू सखा, तुम्ही हो साथी, तुम्ही सहारे, कोई न अपना सिवा तुम्हारे, तुम्ही हो साथी, तुम्ही सहारे, कोई न अपना सिवा तुम्हारे, तुम्ही हो नैया, तुम्ही गिरैया, तुम्ही हो बंधू सखा, तुम्ही हो माता पिता, तुम्ही हो बंधू सखा, तुम्ही हो जो खिल सके ना वो फूल हम हैं, तुम्हारे चरणों की धूल हम हैं, दया की दृष्टि सदा ही रखना, तुम्ही हो बंधु सखा, तुम्ही हो माता पिता, तुम्ही हो बंधु सखा, तुम्ही हो. അടുത്തതായി ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ബ്രഹ്മകുമാരി മീന സിസ്റ്റർ അവരാണ്. ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയം പാലക്കാട് മലപ്പുറം ജില്ലാ സംയോജക എന്ന നിലയ്ക്ക് രാജയോഗ ധ്യാന ജീവിതം വ്രതമാക്കിയ സിസ്റ്റർ രാജയോഗിനി മീന സിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും ഉദ്ദേശം നല്ലത്. 2015 മുതൽ ഈ യോഗാ ദിനത്തിൻ്റെ തുടക്കം മുതൽ എന്നർത്ഥം. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അതേപോലെ തന്നെ സഹകരണവും ഒരുക്കിക്കൊണ്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് മീന സിസ്റ്ററെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി സാധനം ക്ഷണിക്കുന്നു.
ശാന്തി. വേദിയിലിരിക്കുന്ന സദുജ സ്വാമിജി, നഗരമാതാവ്, പരമാത്മീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സർവ യോഗപ്രേമികളായ ആത്മബന്ധുക്കളെ, ഈ വർഷത്തെ യോഗാ ദിനത്തിൻ്റെ സന്ദേശം യോഗ ഫോർ വിമൻ എന്നതാണ്. നമ്മുടെ ഈ നാട് നഗരസഭയ്ക്ക് ഒരു മാതാവിനെ നൽകിക്കൊണ്ട് വിമൻ എംപവർമെൻറ്റ് എന്ന ഈ സർവശ്രേഷ്ഠ സ്ലോഗൻ നമ്മുടെ നാടിൻ്റെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യമാക്കി മാറ്റാൻ ഇന്നത്തെ ദിവസത്തെ ഈ യോഗാ ദിനത്തിൽ നമുക്ക് ഏവർക്കും അസങ്കല്പെടുക്കാം. കാരണം യോഗ ആരംഭിച്ചത് മുതൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിനൊരു മെയിൻ സ്ലോഗനുണ്ട്, യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ്. ഇന്നത്തെ ഈ സുദിനത്തിൽ നിങ്ങളുടെ സഹോദരി എന്ന നിലയിൽ സിസ്റ്റർക്ക് നിങ്ങളോട് പറയാനുള്ളത്, 30ഓളം വർഷമായ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് സിസ്റ്റർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പീസ്, ശാന്തി നമ്മുടെ സുധർമ്മമാണ്. ആ സുധർമ്മത്തിൻ്റെ അവയർനെസ് നമുക്കുണ്ടാകുന്നത് ബോഡി കോൺഷ്യസ്നെസ്സിൽ നിന്ന് സോൾ കോൺഷ്യസ് ലിവിങ്ങിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പോൾ സുന്ദരമായ മധുരമായ സ്വരത്തിൽ നമ്മുടെ ഗീതാനേച്ചി പ്രാർത്ഥന ചൊല്ലിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അങ്ങ് തന്നെ മാതാവും, അങ്ങ് തന്നെ പിതാവും, അങ്ങ് തന്നെ സർവബന്ധവും. എപ്പോഴാണോ ഈ അവയർനെസ് നമുക്കുണ്ടാകണേ, നമ്മൾ സർവാത്മബന്ധുക്കൾക്കും സർവാത്മാക്കളുടെയും നാഥൻ പരംപിത പരമാത്മാ, ആ പരമ്പൊരുളിൻ്റെ മക്കളാണ് നമ്മളെന്ന ബോധം വീട്ടിൽ നിന്ന് തുടങ്ങി എല്ലാ കൂട്ടായ്മകളിലും നമുക്ക് ഹാർമണി നിലനിർത്താൻ, ശാന്തിയിലിരുന്നുകൊണ്ട് ശാന്തി നൽകുക എന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും യോഗ ദിനത്തിലാണ്. വിശേഷ സങ്കല്പം നമ്മുടെ മനസ്സിലെടുക്കാം. ഞാൻ എവിടെയാണെങ്കിലും വ്യക്തിഗതമായ എൻ്റെ ജീവിതത്തിൽ ഉള്ള ശാന്തി, ഞാൻ ഏതെല്ലാം കൂട്ടായ്മകളിലാണ്, വീട്ടിൽ നിന്ന് തുടങ്ങി ഫുൾ ഡേ നമ്മുടെ ആക്ടിവിറ്റി എവിടെയൊക്കെയാണോ, ശാന്തിയിലിരിക്കുക, ശാന്തി നൽകുക, കുടുംബത്തിലും കൂട്ടായ്മകളിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന യോഗേശ്വരനായ പരംപിത പരമാത്മാവിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് യോഗ ദിനത്തിൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ, നമസ്കാരം, വന്ദേ മാതരം. പത്താം വിശ്വയോഗാചരണത്തിന്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പാലക്കാട് നഗരസഭയുടെ ആദരണീയ അധ്യക്ഷയായിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ പ്രമീള ചേച്ചിയാണ്. പ്രമീള ചേച്ചിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് 10ാം വാർഷികോദ്ഘാടനം ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യയോഗി നമ്മുടെ മീന സിസ്റ്റർ, അതുപോലെ സംഭൂജ്യ സ്വാമിജി, മറ്റു വേദിയിലിരിക്കുന്ന യോഗാചാര്യന്മാർ, എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, 10ാം വാർഷികമാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. ഏകദേശം 10 വർഷത്തോളമായി ബഹുമാനായ നരേന്ദ്ര മോദിജി ഈ യോഗാ ദിനം ജൂൺ 21 പ്രഖ്യാപിക്കുകയും അന്ന് മുതൽ നാം എല്ലാവരും യോഗ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് അധ്യക്ഷ പറയുകയുണ്ടായി, ശാന്തിയും സമാധാനവും വരുത്താൻ നാം എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. ലോകത്തെല്ലാവർക്കും ശാന്തിയും സമാധാനവുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് യോഗയിലൂടെ നമുക്ക് സാധിക്കുമെന്ന് തെളിയിച്ച ഒരു മഹാപുരുഷനാണ് നമ്മുടെ ബഹുമാനായ നരേന്ദ്ര മോദിജി. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും യോഗ എടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഈ യോഗാ ദിനത്തോടനുബന്ധിച്ച് മഹിളാ പ്രധാന വിശ്വയോഗ എന്നാണ് ഈ യോഗയുടെ പ്രാധാന്യം എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം, സ്ത്രീകളാണ് വീട്ടിൽ സമാധാനവും ഇത് തരേണ്ടത് എന്നുള്ളതറിയാം. സ്ത്രീകൾ സമാധാനപൂർവ്വമായി ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ന് കുടുംബവും അതുപോലെ തന്നെ
രോഗരാഷ്ട്രങ്ങൾ ആദ്യം എപ്പോഴും പറയാറ് ആദ്യം ഞാൻ, പിന്നെ എൻ്റെ കുടുംബം, അത് കഴിഞ്ഞാൽ എൻ്റെ സമൂഹം, പിന്നെ രാഷ്ട്രം എന്നാണ് പറയാറ്. അപ്പോൾ ആദ്യം കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മളെ ഈ ശാന്തിയും സമാധാനവും വരുത്താൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നിട്ട് ഈ ചടങ്ങ് ഔപചാരികമായി കാണുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടിക്ക് വിശിഷ്ട അതിഥിയായി എത്തിക്കുന്നത് ശ്രീമതി ബിൻസി അവർക്കായിരുന്നു. അവർ പാലക്കാട് മലപ്പുറം ജില്ലയുടെ യൂത്ത് ലീഗിന്റെ കോർഡിനേറ്ററാണ്. അവർക്ക് തൃശ്ശൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പാലക്കാട് ഇൻചാർജ് ആയിട്ടുള്ള ശ്രീമതി കർപ്പകം അവർ ഈ വേദിയിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. കർപ്പകം അവരെ ഞാൻ രണ്ടു വാക്ക് പറയുന്നതിനായിട്ട് സാധ്യത ക്ഷണിച്ചു പോകുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, ഇവിടെ പങ്കെടുക്കാനെത്തിയ യോഗ പ്രേമികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 10ാമത് ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ യോഗയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും നമ്മുടെ അയൽക്കാരുടെയും മറ്റുള്ളവരും എല്ലാവരുടെയും ആവർത്തിച്ച എല്ലാ കുടുംബങ്ങളിലെയും ഈ യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയുകയും അതിലൂടെ നമ്മുടെ സമൂഹം നല്ലൊരു സമൂഹമായി വാർത്തെടുക്കുകയും എല്ലാം ചെയ്യുക എന്നാണ് ഈ യോഗ ദിനത്തിന്റെ ലക്ഷ്യം. ഇത് എല്ലാവരിലും എത്തിക്കുക. പിന്നെ എല്ലാവർക്കും എൻ്റെ ഇന്റർനാഷണൽ യോഗ ഡേയുടെ സെലിബ്രേഷനായിട്ടുള്ള ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പരിപാടിയിലെ അനുഗ്രഹം നൽകുന്നതിനായിട്ട് എത്തിക്കുന്നത് സംപൂജ്യ സ്വാമി സ്വരൂപാനന്ദജിയാണ്. സ്വാമിജിയെ ഞാൻ ആദരപൂർവ്വം പാദനമസ്കാരം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. വിശ്വം ഭവതി ഏകനേകം എന്നാണല്ലോ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിശ്വം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് എന്നാണ്. ആ കുടുംബത്തിലെ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഭാവനയിലേക്ക് ഉയരണമെങ്കിൽ ഹൃദയത്തിന് എത്ര വിശാലത ഉണ്ടാകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ലോകമെന്ന് പറഞ്ഞാലോ ഒരു കിടനരംഗമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കുറച്ചു കാലം ഈ ലോകത്തിൽ വ്യാപരിക്കാനുള്ളതായ സന്ദർഭം നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ സന്ദർഭത്തിൽ വസുധൈവ കുടുംബകം എന്നുള്ളതായ സങ്കല്പത്തോടു കൂടിയിട്ട് വികസിക്കാനും ആ ഭാവനാ വിശാലതയോട് കൂടിയിട്ട് സ്വേ കർമ്മണ്യത ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളതായ കർമ്മങ്ങൾ വേണ്ട നേരത്തിൽ അഭിനയിക്കാനും അതിലൂടെ ആ ഭാരതാംബയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സേവകനായിട്ട് തീരാനും ഉള്ള ഉത്തമമായ വിദ്യയാണ് വാസ്തവത്തിൽ യോഗവിദ്യ എന്ന് പറയുന്നത്. പരിമിതമായ ഭാവനയോട് കൂടിയിരിക്കുന്നതായ വ്യക്തിത്വങ്ങളെ അപരിമേയമായ അപ്രമേയമായ ആനന്ദതുന്തിലമായ ഭാവത്തിലേക്ക് എത്തിക്കാനുള്ളതായ വിശേഷമായ ഭാവം യോഗവിദ്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിത്യനിരന്തരമായിരിക്കുന്ന യോഗ അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യാനും ആ സാധനയുമായിട്ട് ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ ശീലിക്കാനും വിദഗ്ധമായ ആചരണങ്ങൾ ഉപകരിക്കും എന്നതാണ് വസ്തുത. അങ്ങനെയുള്ളതായ കാര്യങ്ങളെ വിട്ടിട്ട് നമ്മൾ ലോകത്തിലിരിക്കുന്നുണ്ട് എങ്കിൽ തിരക്ക് കൊണ്ടിട്ട് ജീവിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. ജീവിതം എന്ന് പറയുന്ന ഒരു ആയോധനമാണ്. ആ ആയോധനകളെ വേണ്ട തരത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് സാർത്ഥകമായ തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടതായ എല്ലാ കാര്യങ്ങളും യോഗവിദ്യയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിരിക്കുന്ന തലങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രഥമമായ ആ സങ്കല്പത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ളതായ വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ആ ഭാവനാവിശാലതയോട് കൂടിയിട്ട് ഉയരാനായിട്ട് ജീവിതത്തെ സാർത്ഥകമാക്കാനായിട്ട് യോഗയെ സാധനയായിട്ട് എടുക്കാനും അതുപോലെ ജനെ ഓരോ ഗേഹങ്ങളിലും ഓരോ ജനങ്ങളിലും എത്തിക്കാനും നമുക്ക് സാധിക്കാം. ഇത് മഹിളാ പ്രധാൻ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ യോഗ ദിനം ആചരിക്കുന്നത് എന്നതും വിശേഷമാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് മാതൃത്വമാണ്. ആ അമ്മമാരെ യോഗ വേണ്ട തരത്തിൽ ശ്രമിക്കുകയും യോഗകരമായ ഭാവനയോട് കൂടിയിട്ട് ജനിക്കുകയുമാണ് എങ്കിൽ ആ കൗതുകമായിട്ട് ഒരു തലമുറയെ തന്നെ സമർപ്പിക്കാവുന്നതായ ആ ഒരു കഠിനാണ് അവരുടെ കയ്യിലാണുള്ളത്. വിദ്യാഭ്യാസം വേണ്ട തരത്തിൽ മാതൃത്വം സ്വീകരിക്കുന്നതിന് ഫലമായി മാനവികതയെ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് വികസിപ്പിക്കാനുള്ളതായ അവസരങ്ങളുണ്ടാവും. അതും വ്യത്യാസമായിരിക്കുന്ന കാര്യമാണ്. അതായാലും ഇത്തരത്തിലുള്ളതായ ഒരു കാര്യം
വേണ്ട തരത്തിൽ സംഘടിപ്പിക്കണമെങ്കിൽ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എങ്കിലും ഇത്രയും ആൾക്കാരെ കൂട്ടിപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ളതായ അയോഗ്യമായ കാര്യങ്ങളെ അകലപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സംഘടനകളുടെയും സാന്നിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു കാര്യം സംഘടിപ്പിച്ചതായ എല്ലാവർക്കും അനുമോദനവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ പ്രസംഗിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി യോഗദിന സന്ദേശം നൽകുന്നതിനായി ഡോക്ടർ കെ പി നന്ദകുമാർ അവരുടെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എല്ലാ യോഗ സാധകന്മാരും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാലക്കാട് യോഗ ആഘോഷിക്കുന്ന ഭാഗമായി നമ്മൾ സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ വിഷയമെങ്കിലും ഈ 2024 അന്താരാഷ്ട്ര യോഗയുടെ വൃത്തി എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, വ്യക്തിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയുമാണ് യോഗ എന്നുള്ളതാണ്. അതാണ് അന്താരാഷ്ട്ര 2024 യോഗാദി. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 10 വർഷം മുമ്പ് മുന്നിലേക്ക് വെച്ച് ഒരു ആശയം ലോകം മുഴുവനും ആഘോഷിക്കുക. ഇന്ന് അദ്ദേഹം കാശ്മീരിൽ ദൽ തടാകത്തിൻ്റെ കരയിൽ യോഗ ചെയ്തുകൊണ്ട് ഈ ദിവസം ഉദ്ഘാടനം ചെയ്തു. എന്തൊക്കെയാണ് 6 കാര്യങ്ങളാണ് ഈ 2024 യോഗ ദിനത്തിനോടനുബന്ധിച്ച് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഗ്ലോബൽ അവയർനെസ്. ലോകത്തിൻ്റെ നാനാ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ യോഗയുടെ ഗുണങ്ങളും തത്വങ്ങളും അതുകൊണ്ട് വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന ലക്ഷ്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുക, ആൾക്കാരിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കുക. അതാണ് ഒന്ന്. 2 ഫിസിക്കൽ ഹെൽത്ത്. അത് ശാരീരികമായ ആരോഗ്യം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മെൻ്റൽ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആണ് നമ്മുടെ എല്ലാം ആരോഗ്യമെങ്കിൽ ഇതെല്ലാം ഒരു ക്യാപ്സ്യൂളിൻ്റെ രൂപത്തിൽ ഒത്തൊരുമിച്ച് നമുക്ക് തരുന്ന ഒരു വ്യായാമം എന്ന് പറയാമോ എന്നറിയില്ല, ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് വേണം, പിന്നെ മെൻ്റൽ വെൽബീയിങ്, മാനസികമായിട്ടുള്ള ആരോഗ്യം. ആ സഹിഷ്ണുത നമുക്കുണ്ടാവണമെങ്കിൽ ആരോഗ്യകരമായൊരു മനസ്സ് വേണം. ആ മനസ്സ് നമുക്ക് ഈ യോഗയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മോത്തിലാൽ ഗോയൽ അവരെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ഹിന്ദിയിൽ 2 വാക്ക് പറയുന്നത്. ओम नमस्कार। आज इंटरनेशनल योगा डे है। ये हमारे लिए बड़े गर्व की बात है कि स्वामी रामदेव जी ने और मोदी जी के प्रयास से आज ये इंटरनेशनल योगा डे बना। योग मात्र एक एक्सरसाइज नहीं है, योग एक विज्ञान है। जैसे हमारे शरीर को रोज खाने की ज़रूरत है, उसी तरह योग की भी ज़रूरत है। अगर हम अपने जीवन में योग को परमानेंट अपना लें तो मैं समझता हूँ बहुत सारी बीमारियों से दूर रहा जा सकता है। रोज़ की डॉक्टर की दवाइयाँ गोलियाँ खाने से हम दूर बच सकते हैं, डॉक्टर से दूर रह सकते हैं। तो मेरी सबसे यही गुजारिश है, जो योग करते हैं बहुत अच्छा है, जो नहीं करते हैं उनको अपने साथ जोड़ा जाए और उनके जीवन में भी एक अच्छा जीवन बिताने की एक तरीका अपनाया गया। जीवन में योग करते रहिए, डॉक्टर से दूर रहिए। धन्यवाद। നമ്മുടെ ഈ കാര്യക്രമത്തിൻ്റെ അവസാന ഭാഗം നന്ദി പ്രകാശനമാണ്. അതിനുവേണ്ടി ശ്രീമതി ആർ ലക്ഷ്മിയെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 2015 ജൂൺ 21 ആരംഭിച്ച അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് 10ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വർഷത്തെ യോഗയുടെ തീമായ യോഗ ഫോർ വുമൺ എംപവർമെന്റ് എന്നതിന്റെ പശ്ചാത്തലത്തിൽ
ഈ പരിപാടിയിലെ എല്ലാ പ്രമുഖ സ്ഥാനങ്ങളും മഹിളകൾ തന്നെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കാവുന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് ബ്രഹ്മകുമാരീസ് പാലക്കാട് മലപ്പുറം ജില്ലാ സാരഥി മീന ബഹർജിയാണ്. സിസ്റ്റർ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ പരിപാടിയുടെ ഉദ്ഘാടക കർമ്മം നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അവർകളാണ്. ചേച്ചിക്കും വിശ്വ യോഗ ദിനാചരണ സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നെഹ്റു യുവ കേന്ദ്ര പാലക്കാട് ഇൻചാർജ് കർപ്പകാരനാണ്. മാമത്തിന് ഹൃദയത്തിൽ പൂർവ്വമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആചാര്യനും മഠാധിപതിയുമായ സംഭൂജസ് സ്വാമി സ്വരൂപാനന്ദജി അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ ചടങ്ങിനെ പവിത്രമാക്കിയിരിക്കുന്നു. നമ്മെല്ലാം അനുഗ്രഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന സ്വാമിജിക്ക് വിശ്വ ദിനാചരണ സമിതിയുടെ ഹൃദയംഗമമായ നന്ദി അറിയിച്ചു. യോഗയുടെ എല്ലാ പരിപാടികൾക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി നമ്മോടൊപ്പം നിലകൊള്ളുകയും ഈ യോഗാ ദിനത്തിൽ നമ്മെ ആശംസ നേടാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നന്ദകുമാർ ഡോക്ടർക്ക് സ്നേഹാദരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. യോഗദിന ആശംസകൾ നൽകാനായി നമ്മോടൊപ്പമുള്ള പതഞ്ജലി യോഗ സമിതി രക്ഷാധികാരി ശ്രീ മോത്തിലാൽ ഗോയൽ അവർക്ക് സ്നേഹാദരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗ പ്രോട്ടോകോൾ പ്രകാരം നമ്മെ യോഗ പരിശീലിപ്പിക്കുന്നത് വിശ്വ യോഗ ദിനാചരണ സമിതിയുടെ കോർഡിനേറ്ററായ യോഗ ശിരോമണി വിജയകുമാർ സാറാണ്. സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പാലക്കാട് വിശ്വ യോഗ ദിനാചരണ സമിതിയുടെ സാരഥികളായ പ്രസിഡന്റ് യോഗാചാര്യൻ പ്രഭാകരൻ സാർ, സെക്രട്ടറി BK ഗോപാലകൃഷ്ണൻ സാർ, കോർഡിനേറ്റർ വിജയൻ സാർ, സുധാകർ ബാബു സാർ, വേണ്ട പാഠശാല കുട്ടികൾ കൂടാതെ ഈ സമിതിയോടൊപ്പം ചടങ്ങിനെ മികവുറ്റതാക്കുന്നതിനായി പ്രവർത്തിച്ച പതഞ്ജലി യോഗ സമിതി, ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം, പാലക്കാട് ജില്ലാ യോഗ അസോസിയേഷൻ, രാഷ്ട്രീയ സ്വയം സേവക് സംഘം, സേവാഭാരതി, ബാലഗോകുലം എന്നിവയിലെ ഭാരവാഹികൾക്കും അതോടൊപ്പം വേദ യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ, ശരണത യോഗ വിദ്യാലയം, സ്വാമി വിവേകാനന്ദ യോഗ, ശാന്തി മന്ത്ര യോഗ, യോഗ ഫിറ്റ്, ചൈതന്യ യോഗ, മാരുതി യോഗ തുടങ്ങി നിരവധി യോഗ സെന്ററുകളിൽ നിന്നെത്തിയ യോഗാചാര്യന്മാർ, അവരുടെ ശിഷ്യഗണങ്ങളും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന പ്രിയ യോഗ പ്രേമികൾക്കും വിശ്വ യോഗാ ദിനാചരണ സമിതിയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച പതഞ്ജലി യോഗ സമിതിയിലെ ദമയന്തി ചേച്ചി, പ്രാർത്ഥന ആലപിച്ച ഗീതാമ, ദീപപ്രജ്വലനം നടത്തിയ രാഷ്ട്രസേവികമാർ, കൂടാതെ ഇവിടെ യോഗ പരിശീലിക്കാനായി എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഹൃദയംഗമമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിക്കായി എല്ലാ കൊല്ലവും ഈ മണ്ഡപം അനുവദിച്ചു തരുന്ന ശിവകുമാർ സാറിനും മറ്റംഗങ്ങൾക്കും, ശബ്ദം നൽകി സഹായിച്ചുള്ള ശശി സൗണ്ട്സ്, ഫോട്ടോഗ്രാഫർ മഹേഷി, കൂടാതെ ഈ പരിപാടിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. പവിത്രമായ ഈ യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിലെ മഹത്വങ്ങളെ ആദരപൂർവ്വം സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. വേദി കാര്യക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ സ്വാഭാവികമായ ശ്വാസ ദർശനത്തിലൂടെ സ്വസ്ഥവും ശാന്തവുമായിട്ടിരിക്കുക. ദീർഘമായ ശ്വാസമെടുത്തുകൊണ്ട് ഓംകാര പൂർണ്ണം
ദീർഘസന്ധി ശക്തി വികാസ്. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ താടി ഭാഗം മുകളിലേക്ക് ഉയർത്തുക. പൂരകം. പതുക്കെ താഴേക്ക് രേചകം. വീണ്ടും മുകളിലേക്ക് പൂരകം. പതുക്കെ താഴെ രേചകം. അടുത്തത് നേരെ നിർത്തുക. പൂരകം. നിങ്ങളുടെ വലതു ഭാഗത്തേക്ക് കഴുത്ത് പതുക്കെ വളയ്ക്കുക. രേചകം. വീണ്ടും നേരെ പൂരകം. ഇടതു ഭാഗത്തേക്ക് വളയ്ക്കുക. രേചകം. നേരെ പൂരകം. ശ്വാസം വിടുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞു നോക്കുക. രേചകം. സ്റ്റേജിലേക്ക് നോക്കുക. പൂരകം. ഇടത്തോട്ട് തിരിയുക. രേചകം. വീണ്ടും സ്റ്റേജിലേക്ക്. പൂരകം. അതിനുശേഷം താഴെ ഭാഗം താഴത്തേക്ക് കൊണ്ടുവരിക. രേചകം. ഇനി നിങ്ങളുടെ വലതു ഭാഗത്തു കൂടെ ഒരു കറക്കം കഴുത്ത് തന്നെ. പൂരകം. അവസാനിക്കുമ്പോൾ ശ്വാസം വിടുക. ഇതേ ക്രിയ ഇടത് ഭാഗത്തേക്ക്. പൂരകം. ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. ഇതിലൂടെ പൂരകം. സൈഡിലൂടെ താഴുക. രേചകം. ഇനി സൈഡിലൂടെ കൊണ്ടുപോവാ മുകളിലേക്ക്. പൂരകം. മുന്നിലൂടെ കൈ താഴ്ത്തുക. രേചകം. ആവർത്തനം. പൂരകം. മുകളിലേക്ക്. രേചകം. കാലുകൾ ഒരു ഫീറ്റ് അകലം വെക്കുക. കറക്റ്റ് ഒരു അടിയകലം. നമ്മുടെ കാലിന് പതിയും മടമ്പും വരില്ല. ഇനി രണ്ട് കൈ നേരെ മുന്നിലേക്ക് ഇട്ടിട്ടും വലത്തോട്ട് ടേൺ ചെയ്യുന്നതാണ് കടി സന്ധി ശക്തി വികാസ്. അരക്കെട്ട് മുകളിലേക്ക് തിരിക്കുന്നല്ല. പൂരകം. അത് മുന്നിലേക്ക് രേചകത്തിൽ തിരിക്കുക. രേചകം. നിങ്ങളുടെ വലത് ഭാഗത്തേക്ക് കേട്ടോ, സെൻട്രലിലേക്ക്. പൂരകം. അടുത്ത വിപരീത ഭാഗത്തേക്ക്. രേചകം. പൂരകം. രേചകം. പൂരകം. രേചകം. പൂരകം. രേചകത്തിൽ കൈ താഴ്ത്തുക. പൂരകം. രേചകം. പൂരകം. രേചകം. പൂരകം. രേചകം. പൂരകം. രേചകം. പൂരകം. നിർത്തു. നല്ല കയ്യിലെടുത്താൽ ഇനി എല്ലാവരും താടാസനം ചെയ്യാൻ വേണ്ടി രണ്ട് കൈകളും ഈ വശങ്ങളിലേക്ക് ഉയർത്തുക. പൂരകം. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ട് കൈ തിരിക്കൂ. രണ്ട് കൈയും തലയിൽ ലോക്ക് ചെയ്ത് വെക്കുക. കൈയിന്റെ വിരലുകൾ ലോക്ക് ചെയ്യുക. ശിരസിന്റെ മുകളിൽ വെക്കുക. ഇനി നമ്മുടെ കൈക്കൊത്തി തിരിക്കണം. കയ്യിൽ മുട്ട് നിവർത്തണം. കാലിന് മടം ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുക. 10 സെക്കൻഡ് സമയം. പൂരകം. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് കൈ നേരെ ശിരസിൽ വെക്കുക. ഒന്ന് കണ്ണടയ്ക്കുക. രണ്ട് കൈ രണ്ട് സൈഡിലേക്ക് നിവർത്തുക. പൂരകം. സൈഡിലേക്ക്. പതുക്കെ കൈ രേചകത്തിന് തിരിച്ച് താഴ്ത്തുക. ഇതാണ് താടാസനം. സമയം നമുക്ക് ഇഷ്ടപ്രകാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അടുത്തതായി പാദഹസ്താസനം. കൈ രണ്ടും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തി ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യും. പൂരകം. ഒപ്പം മുടത്തേക്ക് പിടിക്കരുത്. കൈ നേരെ മുകളിലേക്ക്. കൈയുടെ വെള്ള സ്റ്റേജിലേക്ക് നേരെ മുന്നോട്ട് ബെൻഡ് ചെയ്യാം. രേചകം. രണ്ട് കൈകളും നിലത്ത് മുട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കണങ്കാലിൽ പിടിക്കാം. ശരീരം പൂർണ്ണമായിട്ടും കാലിലേക്ക് ചേർക്കാൻ നോക്കുക. അതാണ് ഈ ആസനം. പാദഹസ്ത. അവിടെ ശ്വാസം സാധാരണ പോലെ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ തിരിച്ചു വരിക. പൂരകം. അതേപോലെ ബാക്കിലേക്ക് പോയി കൈ രണ്ടും തിരിച്ചു കൊണ്ടുവരിക. രേചകം. കൈ മുന്നിൽ കൂടെ. എല്ലാവരും ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. മുന്നിൽ കൂടെ എന്ന് പറഞ്ഞാൽ മുന്നിൽ കൂടെ നിൽക്കുക. മുഖം പ്രസന്നമാക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നമുക്ക് ആവുന്നത്ര പിന്നിലേക്ക് വളർന്നു നിൽക്കുക. കുറച്ച് മാത്രം. പൂരകം. അവിടെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ആദ്യം വലത് കാലം ബാലൻസ് ഇല്ലാതെ വീഴരുത്.
ചെയ്യാതിരുന്നാൽ മതി. കൈ വെറുതെ ഉപയോഗിക്കുക. ഇനി രണ്ട് കൈയും ഷോൾഡർ ലെവലിലേക്ക് ഉയർത്തുക. ഒപ്പം ഷോൾഡർ അവിടെ കൈ തിരിക്കുക. വീണ്ടും കൈ മുകളിലേക്ക് ഉയർത്തി കൈവിരലുകൾ ചേർത്ത് മുന്നോട്ട് നോക്കി കണ്ണടയ്ക്കാതെ ഇറങ്ങുക. കണ്ണടയ്ക്കരുത്. ശ്വാസം ഉള്ളിലേക്ക് ഇരിക്കുക. അവിടെ നിൽക്കണം. ഇനി ശ്വാസം വിടുക. രണ്ട് കൈ ഷോൾഡർ ലെവലിലേക്ക് പോകുക. ശ്വാസം എടുത്ത് കൈ തിരിച്ച് ഒപ്പം കൈ രണ്ടും താഴേക്ക് പോകുക. നേരെ ഇടത് കാലിൽ കഴിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ഭാഗം. ഇനി കൈ രണ്ടും ചുമനൊപ്പം നിവർത്തുക. കൈ തിരിക്കുക. വീണ്ടും കൈ മുകളിലേക്ക് കൈയുടെ വെള്ളഭാഗം ചേർത്തു. ശ്വാസം വലിച്ചടക്കുക. നേരെ മുന്നിലേക്ക് കണ്ണടക്കണ്ട. ഇനി ശ്വാസം വിടുമ്പോൾ കൈ ഷോൾഡർ ലെവലിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കൈ തിരിക്കുക. ശ്വാസം എടുത്ത് കൈ ശ്വാസം വിടുന്നതോടെ പൂർണ്ണമായും താഴേക്ക്. അവസാനം കാലുകളിന്റെ ഇറങ്ങി താഴെ. ഇനി എല്ലാവരും ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കാലും ഒരു സ്റ്റേജിൽ ഇനി നിങ്ങൾ ഈ നിൽക്കുന്ന സമയം ഞാൻ പറയുന്ന ശ്രദ്ധിക്കണം. നിങ്ങൾ സ്റ്റേജിൽ വരെ കാണില്ല. രണ്ട് കാല് 1 മീറ്റർ അകലം മിനിമം. വലത് കാല് പത്തി വലത്തോട് തിരിക്കും. 90 ഡിഗ്രി. വലത് കാല് പത്തി വലത്തോട് 90 ഡിഗ്രി. ഇനി രണ്ട് കൈ ഷോൾഡർ ലെവലിൽ സ്ട്രെച്ച് ചെയ്യും. ശ്വാസം എടുത്തു. ശ്വാസം വിടുമ്പോൾ നിന്ന സ്ഥലത്ത് നിന്ന് പതുക്കെ വലത്തോട് ബെൻഡ് ചെയ്ത് വലത് കൈ നിലത്ത് മുട്ടി. ഇനി പതുക്കെ നിങ്ങൾ വലത് കൈയിലേക്ക് നോക്കുക. വലത് കൈയിലേക്ക് നോക്കൂ. എന്നിട്ട് ഉയർന്നു വരും. ശ്വാസം എടുത്തുകൊണ്ട് നിലനിർത്തുക. ഇനി മുഖം മുന്നോട്ട് തിരിക്കുക. കാൽപ്പത്തി മുന്നോട്ട് തിരിക്കും. കൈ രണ്ടും പതുക്കെ ശ്വാസം കൊണ്ട് താഴ്ത്തുക. ക്ഷമയോടുകൂടി നിൽക്കുക. എന്ത് പറയുന്നു അത് കേൾക്കുക. അതിനായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവിടെ നടന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ഇടത് കാൽപ്പത്തി ഇടത്തോട് 90 ഡിഗ്രി തിരിക്കും. രണ്ട് കൈയിൽ ചുമ. ആ പ്രാണം മുക്തമായ നിങ്ങളുടെ ശരീരത്തിന്റെ ചലനങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ശ്വാസത്തെ നോക്കി നോക്കി ശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാം. ശരീരത്തിലെ പാദാഗ്രം മുതൽ മൂർധാവ് വരെ എല്ലാ കേന്ദ്രങ്ങളും മെല്ലെ 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 അയവ് സംഭവിക്കുന്നു. ചലനമില്ലാതെയായിരുന്നു. ഭാരമില്ല. പൂർണ്ണമായും ശ്വാസമുക്തമായ ശരീരം എങ്ങനെയോ അതേ അവസ്ഥയിലേക്ക് എന്റെ ശരീരം എത്തും. ആ അവസ്ഥ നേടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. ശാന്തമായ അവസ്ഥയാണ്. വിശ്രാന്തി. ഇടത് കാൽ കൊണ്ട് മടക്കുന്നു. ഇടത് കൈ ഇടത് നെഞ്ചത്ത് വെച്ച് വലത്തോട്ട് ചെരിയാം. എന്നിട്ട് ഇടത് കൈ നിലത്ത് നിർത്തി മെല്ലെ നിങ്ങൾ എണീറ്റ് നട്ടെല്ല് നിവർത്തി ധ്യാനാസനത്തിലിരിക്കുക. നിവർന്നിരിക്കുക. ചിന്മുദ്ര. കണ്ണുകൾ അടയ്ക്കാം. ഒരു ദീർഘമായ ശ്വാസം. പൂരകം കപാലപാതിയാണ്. ശ്വാസം ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്തേക്ക് വിടും. കേട്ടല്ലോ? കപാലപാതി തുടങ്ങിക്കോളും. ഒട്ടും അധ്വാനം കൊടുക്കാതെ ശാന്തമായി ഓരോ ശ്വാസങ്ങളും പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉദരഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളിലേക്ക് ചരിക്കും. വലത് പോലുള്ള ശ്വാസം എടുക്കുക. കൈകൾ കൊണ്ട് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. മോതിരങ്ങൾ കൊണ്ട് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ പുറത്തേക്ക്. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. നാക്ക് വയ്ക്കണം. മൂന്നാം തീയതി 2 പെരുവര കൂടി ചെരി നല്ല പുറത്തുനിന്ന് ഈ ഡോറ് ചേർത്ത് അടയ്ക്കുക. എന്നിട്ട് 4 കാര്യം. 1 ശ്വാസം നാക്ക് ടച്ച് ചെയ്യാം. 3 ചെവി അടയ്ക്കുക. 4 പതുക്കെ മൂടുക. മുഖത്ത് കൈ കാര്യം വെക്കുക. ശ്വാസം എടുക്കൂ. നാക്ക് വയ്ക്കൂ. ചെവി അടയ്ക്കൂ. മൂടും. വണ്ട് മൂടുന്നത് പോലെ. മൂടിക്കഴിഞ്ഞാൽ ചെവിയിൽ കൈയെടുക്കുക. നാക്കുക. ചെവിയിൽ കൈയെടുക്കുക. നാക്കുക. വീണ്ടും ശ്വാസം എടുക്കുക. നാക്ക് വയ്ക്കുക. ചെവി അടയ്ക്കുക. മൂടുക.
മെല്ലെ കൈ വിടുക, നാക്ക് വിടുക. മനസ്സിലാക്കാം. ഭ്രമരം എന്ന് പറയുന്ന അർത്ഥം വണ്ട് മൂടുന്ന പോലെ. കൈ വെക്കണം നിർബന്ധമില്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കിക്കോളൂ. നാക്ക് വെക്കാൻ മൂടുക. അപ്പൊ സാധാരണ മൂടുമ്പോൾ നാക്ക് വെക്കാം. കണ്ടോ ഈ മൂടിച്ച വെള്ളം നിങ്ങളൊക്കെ പിശുക്കന്മാരാണ്. ഒരൊറ്റ ശബ്ദം കേൾക്കുന്നില്ല. ഈ മൂടും കൂടെ അതിന്റെ സ്പന്ദനം ഉണ്ടാവുള്ളൂ. ആ സ്പന്ദനം കേൾക്കുന്ന മൂടണം. ഈ മൂടിയാലും നിങ്ങൾക്ക് സ്പന്ദനം കിട്ടുള്ളൂ, ഇഫക്റ്റ് കിട്ടുള്ളൂ. ഇവിടേക്കുള്ള ശബ്ദം തലയിലേക്കല്ല. പിന്നെ ഇത് ഷൺമുഖി മുദ്ര എന്നാ പറയുക. ഈ കൈയിന്റെ വിരൽ വെക്കുന്ന ഷൺമുഖി മുദ്ര അത് നിർബന്ധമില്ല. ഭ്രമരയ്ക്ക് വേണ്ടത് കൈയിന്റെ വിരൽ ചെയ്യാം. അത് ഇന്ദ്രിയങ്ങളെ ബേസിലാണ്. ചെറിയ വിരല്, മോതിരവിരല്, നടുവിരല്, ചൂണ്ടുവിരൽ, ഈ 4 വിരലും പരത്തിട്ടത് വെക്കാൻ കൈയുടെ അഗ്രം. ഇതാ ഈ കൈയുടെ അഗ്രം ടച്ച് ചെയ്യുക. അത് അമർത്താൻ പാടില്ല. ടച്ച് നിങ്ങൾ മൂടുമ്പോൾ ആ വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് ഈ കൈയിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ അറിയും. അതിങ്ങനെ ഈ ഒരു അനുഭവം നമുക്ക് കിട്ടും. അപ്പൊ ഇത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ വെറുതെ കൈകൾ ചെയ്തുകൊണ്ടൊന്നും ആവില്ല. പ്രാണായാമം ശാസ്ത്രീയമായി കുറച്ചുകൂടെ പഠിക്കാം. ഒരാൾ കൈകൊണ്ട് നമ്മൾ കൈ വയ്ക്കണമെന്നില്ല. ഞാൻ വെച്ചാൽ പലരും ചെയ്യാറുണ്ട്. ഭ്രമണം എന്ന് പറഞ്ഞ കൈ വയ്ക്കും. എന്തിന്റെ കൈകളൊക്കെ വെക്കുന്നത് നമുക്കറിയില്ല കേട്ടോ. ശാന്തി. സുഖാസനത്തിലിരിക്കാം. മനസ്സുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. ധ്യാനത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് സങ്കല്പം, രണ്ടാമത്തെ സ്റ്റെപ്പ് വിഷ്വലൈസേഷൻ. കേൾക്കുന്നത് നമുക്ക് അകക്കണ്ണിൽ കാണാം. മൂന്നാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ അനുഭൂതി. ഓം ശാന്തി. അന്തരാത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര ആരംഭിക്കുകയാണ് ഞാൻ. യോഗാസനങ്ങളിലൂടെ സ്വസ്ഥമായ എനർജറ്റിക്കായ ശരീരം, മനസ്സ് പരിപൂർണമായും ശാന്തമാണിപ്പോൾ. ശാന്തമായി മനസ്സുകൊണ്ട് യാത്ര തുടങ്ങാം. ശ്രദ്ധ ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരൂ. പുരിക മധ്യത്തിൽ ശിരസിനുള്ളിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയെ ദർശിക്കാം. ഞാൻ ദേഹമാകുന്ന വിളക്കിൽ തെളിയുന്ന ആത്മദീപമാണ്. ശാന്തമായ ദീപം. ഞാൻ ശാന്തനാണ്. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ശാന്തമായ ചൈതന്യശക്തിയാണ് ഞാൻ. മിന്നാമിനുങ്ങ് പോലെ ദൈവികമായ ഊർജ കണികയാണ് ഞാൻ. ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്ന് ശാന്തിയുടെ കടലിലേക്ക്, നിശബ്ദതയുടെ ലോകത്തിലേക്ക് യാത്രയാക്കുകയാണ് ഞാൻ. ദേഹം ദേഹത്തിൻ്റെ ലോകത്തിനുമുപരി സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്ക് മകലെ
സൗരയൂഥത്തിനുമപ്പുറം ബ്രഹ്മാണ്ടത്തിൻ്റെ നെറുകയിലേക്ക് നിശബ്ദതയുടെ ലോകത്തിലേക്ക് പരിപൂർണമായ നിശബ്ദത, സൈലൻസ് വേൾഡ്. മനസ്സും ശാന്തം. കാവ്യനിറമാർന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ ദിവ്യലൗകികമായ പ്രകാശപൂരിതമായ നിശബ്ദതയിൽ നിശബ്ദതയുടെ സംഗീതം ശാന്തിയാണ്. മധുരമായ ശാന്തി, സ്വീറ്റ് സൈലൻസ്. മധുരമധുരമായ ശാന്തി എന്നെ നയിക്കുന്നത് ശാന്തിയുടെ സാഗരമായ പരമ്പൊരുൾ, പരംപിത, പരമാത്മാ, സർവശക്തിവാൻ, വിശ്വനാഥൻ, പരമപ്രകാശത്തിലേക്കാണ്. കാന്തം പോലെ പരമമായ ആകർഷണ കേന്ദ്രം, ശാന്തിയുടെ കടലായ ഭഗവാനിൽ മനസ്സ് ആകർഷിച്ച് അടുക്കുകയാണ്. ശാന്തിയുടെ ആ കടലിൽ മുങ്ങി സത്യം സത്യമായ ആനന്ദത്തിൽ, പരമാനന്ദക്കടലിൽ പരമേശ്വരനിൽ മുങ്ങി മുഴുകിയ മനസ്സ് എല്ലാ ഭാരങ്ങളും ഇറങ്ങി സർവജന്മ പാപക്കറകളും നീങ്ങി ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുകയാണ് മനസ്സ്. പരമേശ്വര ചൈതന്യത്താൽ മനസ്സും ശാന്തം, സന്തോഷം കൊണ്ട് നിറയുകയാണ്. ബുദ്ധി ശക്തിശാലിയായി തീരുകയാണ്. സംസ്കാരം സംസ്കരിക്കപ്പെടുകയാണ്, ദിവ്യമായി തീരുകയാണ്. പരമമായ ഈശ്വര ചൈതന്യത്തോടുകൂടി കർമ്മക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ. പരമ്പൊരുളിൽ നിന്ന് ആ പരമചൈതന്യ പ്രവാഹം ഇന്നത്തെ ഈ സുദിനത്തിൽ മുഴുവൻ വിശ്വത്തിലേക്ക്, ലോകമാകുന്ന തറവാടിലേക്ക്, ഭാരതഭൂമിയിലേക്ക്
കേരളമെമ്പാടും, ഈ പാലക്കാട് ജില്ല മുഴുവൻ, ഈ പ്രദേശം, ദേശം മുഴുവൻ, ഓരോ കുടുംബങ്ങളിലേക്കും, ഓരോരോ സഹോദരാത്മാക്കളിലേക്കും, സർവാത്മബന്ധുക്കൾക്കും പരമചൈതന്യ ശക്തി നിറഞ്ഞ് മനസ്സുകളെല്ലാം ശാന്തമാകട്ടെ. സർവശക്തിവാന്റെ ശക്തി കോട്ട പോലെ, കുട പോലെ സർവേശ്വര കുടക്കീഴിനുള്ളിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. ആയുഷ്കാലമത്രയും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. സർവർക്കും മംഗളമുണ്ടാകട്ടെ. മംഗളം മാത്രം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തമായ നിർമ്മലമായ മനസ്സോടുകൂടി നമസ്കാരമുദ്രയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇന്നത്തെ യോഗാ ദിനത്തിൻ്റെ പ്രതിജ്ഞ ഏറ്റുചൊല്ലാം. ഞാൻ, ഏവർക്കും ഏറ്റുചൊല്ലാം, ഞാൻ എന്നെ സ്വയം സദാ ആരോഗ്യവാനും ശാന്തനും സന്തോഷവാനും സർവരെയും നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യനാക്കി മാറ്റാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഞാൻ എൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും എനിക്ക് ചുറ്റും സമാധാനപരവും സ്നേഹനിർഭരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞാൻ പരിശ്രമിക്കും. ഇപ്പോൾ ഞാൻ ആരാണെന്നതിൻ്റെ പരിമിതികൾക്ക് അപ്പുറം കടന്ന് മുഴുവൻ ലോകവും എൻ്റേതായി കണക്കാക്കും. മറ്റെല്ലാ ജീവികൾക്കും ജീവനോടൊപ്പം എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ബന്ധുത്വം ഞാൻ തിരിച്ചറിയുന്നു. ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും വൈവിധ്യത്തെയും പരസ്പര ഐക്യത്തെയും ഞാൻ തിരിച്ചറിയുന്നു. ഇനി നമുക്ക് ശാന്തി മന്ത്രം ഏറ്റുചൊല്ലാം. സർവേ ഭവന്തു സുഖിനഃ
സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ മീനാജിയിൽ നിന്ന് ഒരു പ്രസാദ രൂപേണ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അത് സ്വീകരിച്ചിട്ട് എല്ലാവർക്കും താഴേക്ക് പോവാം. അവിടെ നമുക്ക് കുടിക്കാൻ ചെറുതായിട്ടൊരു ലഘു ഭക്ഷണം അവിടെയുണ്ട് കഴിക്കാൻ. അത് കഴിച്ചിട്ട് എല്ലാവരും പോവാം. എല്ലാവരും നമ്മുടെ മാറ്റ് മടക്കുക. शिव का ये शुभ संदेश
राजयोगी बनो राजयोगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी जिंदगी में परम शांति होगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी मन का दर्पण दमकने लगेगा आत्मचिंतन चमकने लगेगा मन का दर्पण दमकने लगेगा आत्मचिंतन चमकने लगेगा योग पथ पर जरा चल के देखो सारा जीवन महकने